നമസ്കാരം. വയനാട് റായ്ബേലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബേലി മണ്ഡലം നിലനിർത്താൻ ധാരണയായിട്ടുണ്ട്. തീരുമാനം വൈകാതെ തന്നെ കേരള നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. ദേശീയ നേതാവായതിനാൽ ഉത്തരേന്ത്യയിൽ തന്നെ തുടരണമെന്നാണ് ഭൂരിപക്ഷ നേതാക്കളുടെ ആവശ്യം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ തന്നെ നിൽക്കുന്നത്. എംപിമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഈ മാസം 17-ന് പാർലമെന്റിൽ ചേരുന്ന കോൺഗ്രസ് യോഗത്തിന് മുന്നോടിയായി ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ അധ്യാപകനായ കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുന്നത് അതാണ്. അതായത് കെ.സി. വേണുഗോപാൽ മാമൻ പറയുന്നത് അണുവിടാതെ രാഹുൽ ഗാന്ധി അനുസരിക്കുകയും ചെയ്യും. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാൽ റായ്ബേലി സീറ്റ് നിലനിർത്താനാണ് ഉദ്ദേശം. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായി രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുക്കാനാണ് പ്രതിപക്ഷം എല്ലാവരും കൂടി ഐക്യകണ്ഠേന തീരുമാനം നടത്തിയത്. അതായത് ഇന്നലെ കോൺഗ്രസ് ആസ്ഥാനത്തൊരു ചായയും വടയൊക്കെ ആയിട്ടൊരു ചെറിയൊരു സമ്മേളനത്തിൽ പ്രതിപക്ഷം നമ്മുടെ രാഹുൽ ഗാന്ധിയെ ലീഡറാക്കി തിരഞ്ഞെടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു. പ്രതിപക്ഷ നേതാവാകാൻ പ്രവർത്തക സമിതി രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടെന്നാണ് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും യോഗ്യനെന്നാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. പ്രവർത്തക സമിതിയുടെ വികാരം രാഹുൽ മനസ്സിലാക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഏറെക്കുറെ തോൽവി ഏറ്റുവാങ്ങുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിച്ചത്. അതായത് അന്ന് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും കൂടെ ഇരുന്ന് 3 ദിവസത്തെ ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് എം പി സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നാണക്കേടാണ്. അതുകൊണ്ടാണ് നേരെ വയനാട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ട്, നമ്മുടെ ആളുകൾ മുസ്ലിം ലീഗ് അവിടെ വയനാട്ടിലുണ്ട്, കൊണ്ടുപോയാൽ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ചെന്ന് ജയിപ്പിച്ച് തരും എന്ന രീതിയിൽ വയനാടിൻ്റെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് നേരെ വയനാട്ടിലേക്ക് തട്ടിയത്. വയനാട് ജനത അദ്ദേഹത്തെ വിശ്വസിപ്പിച്ച് അദ്ദേഹത്തെ വോട്ടിട്ടങ്ങ് വിജയിപ്പിച്ചു. ഒട്ടനവധി കള്ള വാഗ്ദാനങ്ങൾ രാഹുൽ ഗാന്ധി നൽകിയാണ് വോട്ട് വാങ്ങിച്ചത്. വയനാട്ടിൽ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോഴും രാഹുൽ തിരിഞ്ഞുപോലും നോക്കിയില്ല. അത് മാത്രമല്ല, എം പി എന്ന നിലയിൽ ഒരു വികസനവും രാഹുൽ അവിടെ ചെയ്തിട്ടുമില്ല. 2024 തെരഞ്ഞെടുപ്പിലും റായ്ബേലിയിൽ ജയിക്കുമോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് വയനാട്ടിലും ഇക്കുറി ഒന്ന് മത്സരിച്ചത്. അതായത് 2 ലോട്ടറി എടുക്കുന്ന രീതിയാണ് രാഹുൽ ഗാന്ധി കാണിച്ചത്. നമ്മളൊന്ന് വിൻവിൻ ലോട്ടറിയും പിന്നെ ഒന്ന് സ്ത്രീശക്തി ലോട്ടറി എടുക്കുന്നില്ല. രാഹുൽ റായ്ബേലിയിൽ ലോട്ടറി എടുത്തു, വയനാട്ടിൽ ലോട്ടറി എടുത്തു, രണ്ടും അടിച്ചു. അത് രാഹുലിന്റെ ഭാഗ്യം. അടിച്ചില്ലായിരുന്നെങ്കിൽ 8 നില പൊട്ടി അവിടെ ഒരിടത്ത് മൂലയിരിക്കേണ്ടി വന്നേനെ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് രാഹുൽ ഗാന്ധി വിജയിച്ചു. അതുകൊണ്ട് തന്നെ നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരിടത്ത് മാത്രമേ എം പി ആകാൻ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് വയനാട് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വയനാട് രാജിവെക്കാൻ ഒരുങ്ങുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒരു അധികാരം വേണം, അല്ലാതെ ജനങ്ങളെ സേവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് രാഹുൽ പണ്ടേ പറഞ്ഞത്. പുള്ളിക്കാരൻ ഈ ഇറ്റലിയിലും മറ്റേ ബാങ്കോങ്ങിലും പിന്നെ പ്രചാരണ യാത്രയും വേണ്ടി രഘുപതി രാഘവ രാജാറാം പാട്ടും പാടി വഴിനീളെ നടന്ന് അവിടെ ഇവിടെയൊക്കെ പോയി ചെന്ന് ഈ ലഡുവും ജിലേബിയും ഒക്കെ തിന്ന് കളിക്കാനാണ് പുള്ളിക്കാരന് ഇഷ്ടം. അപ്പോൾ 55 വയസ്സെങ്കിലും ഇപ്പോൾ യങ്സ്റ്ററുടെ രീതിയാണ് പുള്ളിക്ക് താല്പര്യം. അതുകൊണ്ട് എവിടെയെങ്കിലും രാജ്യസഭാ സീറ്റ് ഇട്ട് 10 പൈസ കിട്ടിയാൽ ഇറ്റലിയിൽ പോയി വിമാന ടിക്കറ്റ് എടുക്കാനാണ് പുള്ളിക്ക് താല്പര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് KPCC ഒരു കണ്ടുപിടുത്തം നടത്തി. അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പ്രിയങ്ക ഗാന്ധിയെ വരണമെന്നാണ്. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്നില്ലെങ്കിലും വയനാട് മത്സരിക്കാൻ ആളില്ല എന്നൊന്നുമില്ല. KPCCയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്, മത്സരിക്കാനായിട്ട് മുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരർത്ഥത്തിൽ വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ വിജയിച്ചപ്പോൾ അത് വയനാട് ജനതയ്ക്കൊരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ ആ സന്തോഷങ്ങൾക്കെല്ലാം കോട്ടം തട്ടിക്കൊണ്ടാണ് രാഹുലിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇതുപോലത്തെ ഇർക്കിലേമാന്മാരെയൊക്കെ പിടിച്ച് ഇനി വയനാട് ജനതയെ ജയിപ്പിച്ച് വിടണോ എന്നാണ് ഒറ്റ ചോദ്യം. ജയിപ്പിച്ച് വിടണമെങ്കിൽ അവിടെ വല്ല വികസനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ ജയിപ്പിച്ച് വിടണം. അല്ലാതെ 5 വർഷം ജയിപ്പിച്ച് വിട്ടിട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. വീണ്ടും എന്തിനാ ഇവനെയൊക്കെ പോലുള്ള കോൺഗ്രസ് ആൾക്കാരെ ജയിപ്പിച്ച് വിടുന്നത്? ഗുണമുള്ള നല്ല രാഷ്ട്രീയ പാർട്ടികൾ ഏതാണോ അവരെ ജയിപ്പിച്ച് വിടുക, എന്നാലേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അല്ലാതെ എല്ലാ വർഷവും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ കയ്യിൽ മഷി പുരട്ടുന്നൊരു സാധനമുണ്ട്, ജനാധിപത്യം എന്ന് പറയും. അതിനൊരു അർത്ഥമില്ലാതെ പോകും ഇവരെയൊക്കെ പോലുള്ളവരെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ.